ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ച അതിൻ്റെ അത് ചെയ്യണ്ട എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാതെ. മനസ്സിന് വിഷമമുണ്ടാക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ സിനിമയിലേക്ക് എത്താൻ അവസരം കാത്തിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ ഒരുക്കുന്ന ഒരു സംരംഭമാണ്. അതായത് ഹ്രസ്വ ചിത്രങ്ങളും വെബ് സീരീസുകളും ഒക്കെ ആയി കളം നിറഞ്ഞാടാനാണ് സുനിൽ പരമേശ്വരൻ. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ അനന്തഭദ്രം അടക്കമുള്ള ഒരു കൂട്ടം സിനിമകളുടെ പിന്നണിയിൽ ശക്തമായ തിരക്കഥ, 47ഓളം നോവലുകൾ, പ്രേതഭൂമിയിലൂടെ എന്ന പേരിൽ ഉടനെ തന്നെ അബാക് മീഡിയയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. മുത്താനംകുന്ന് കവല, അതാണ് ഇതൊരു കോമഡി നിറഞ്ഞു നിൽക്കുന്ന. ഇപ്പോൾ പോക്സോ വരുന്നുണ്ട്. അത് പോക്സോ വരുന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല, പുസ്തകം വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ജന്മദിനാശംസകൾ. എനിക്കൊന്നു നമ്മൾ തമ്മിൽ കുറേ നാളുകളായി ചർച്ചകളൊക്കെ എടുത്തിട്ട്, അപ്പം രോഹിതന്റെ മുഖം ആ ബാക്കിൽ കുറഞ്ഞു വരുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പലപ്പോഴും അഭിപ്രായങ്ങളായിട്ട് പറയാറുണ്ട്. എന്നോടാരും പറയാറില്ല, എല്ലാവർക്കും രാഹുലിനെ മതി എന്നൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും കമന്റ് ബോക്സിലൂടെ പലപ്പോഴും പറയാറുണ്ട് രോഹിതന്റെ. അല്ല, അവസാനമായിട്ട് ഗുരുജിയുടെ വീഡിയോ പോയപ്പോൾ തന്നെ പലരും പറയാറുണ്ട് രോഹിതന്റെ ആ ഒരു പഴയ ശൈലിയൊക്കെ വീണ്ടും തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. തസ്മൈ ഗുരുജിയായിട്ടുള്ള വീഡിയോ അത് ഒരുപാട് പേര് വന്ന് പഴയ പോലെ ഇപ്പൊ തെറിവിളി കേട്ടിട്ട് കുറെ കാലമായിരുന്നു ബാക്കിൽ. വീണ്ടും തെറി വിളിക്കാനുള്ള ഒരു സാധനം നമ്മൾ തന്നെ ഇട്ട് കൊടുത്തു. അത് തസ്മൈ ഗുരുജിയോട് എടുക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ എൻ്റെ വീഡിയോകൾ മിസ് ചെയ്യുന്നില്ല ആർക്കും എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്നാലും ഉണ്ടാവും, പക്ഷെ കൂടുതലും രാഹുൽ അത് കൃത്യമായി കൈകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പണ്ട് എനിക്ക് തോന്നുന്നു ശില്പ ജനത്തിലേക്ക് പോയ സമയത്ത് ഒരുപാട് പേര് കമന്റിലിട ശില്പയുടെ വീഡിയോ കാണാനില്ല. അവർ അത് ജനത്തിൽ അവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതങ്ങനെ പോയി. ഇപ്പോൾ രാഹുലിന്റെ വീഡിയോകൾക്ക് വേണ്ടിയിട്ടുള്ള കമന്റുകൾ അല്ല, എന്നാലും പലപ്പോഴും ഭീഷണിപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളോട് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ഷരത്തെറ്റ് മാറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ. അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ രാഹുൽ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. എന്തായാലും പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. എന്താണെങ്കിലും പുതിയൊരു ജന്മദിനമാണ്. അതെ, നവംബർ മാസം 6 എൻ്റെ ജന്മദിനമാണ്. അതിന് അബാക് മീഡിയയിലെ ഒരുപാട് പേർ, എനിക്ക് അതിഥികളായി വന്നവർ, അബാക് മീഡിയയിലെ പ്രേക്ഷകർ, നമ്മുടെ കുട്ടികൾ, ഓഫീസിലെ സഹോദരങ്ങൾ, ഒരുപാട് പേര് ജന്മദിനാശംസകൾ അറിയിച്ചു. എല്ലാവർക്കും നന്ദി. ഇതൊരു നല്ല വർഷം ആയിരിക്കട്ടെ എല്ലാവർക്കും എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വിഷയത്തിലേക്ക് വരാം. എന്താണ് പുതിയ പുതിയ പരിപാടികൾ? അതായത് നമുക്കറിയാം ചേട്ടന്റെ വീഡിയോസ് പലപ്പോഴും കാണാതെ പ്രേക്ഷകർ ചോദിക്കാറില്ല. ഉറപ്പായിട്ടും ഞാനത് പറഞ്ഞെങ്കിലും നമ്മൾ അബാക് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പദ്ധതിയുമായിട്ടുള്ള യാത്രയിലാണ്. അതുകൊണ്ടാണ് അധികം വീഡിയോ പ്രൊഡക്ഷനിൽ ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഷൂട്ടിൽ കുറേ നമ്മുടെ പല ഗസ്റ്റുകൾ എത്തുമ്പോൾ ഞാൻ സ്ഥലത്ത് ഉണ്ടാവാറില്ല. പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പനി, ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് വീഡിയോകളുടെ എണ്ണം കുറഞ്ഞത്. എന്തായാലും തിങ്കളാഴ്ച മുതൽ വീണ്ടും സജീവമായി ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അബാക് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് മിഷൻ 14, ഇതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു മിഷൻ. അടുത്ത 2 മാസത്തെ ഒരു ടാർഗറ്റ് വെച്ച് പോകുന്നൊരു മിഷനാണ്. 14 ജില്ലകളിലും അബാക് മീഡിയയുടെ ടീം ഉണ്ടായിരിക്കുക, സ്പേസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അബാക് മീഡിയ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഇത് ഈ കാണുന്ന സ്പിരിച്വൽ ചാനൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അബാക് ഡിബേറ്റും നേഷൻ ഫസ്റ്റും പോപ്പിൻസും അടക്കം ജ്യോതിഷവും അടക്കം ഒട്ടനവധി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ടീം, നമ്മുടെ ക്രിയേറ്റീവ് ടീം ഹാൻഡിൽ ചെയ്യുന്ന കുറേയധികം സോഷ്യൽ മീഡിയ പേജുകളുണ്ട്. അതായത് ചില ബിസിനസ് സ്ഥാപനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടന്റ് ക്രിയേഷൻസ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ആവശ്യമുള്ള കോണ്ടന്റുകൾ, സ്ട്രാറ്റജി സെറ്റിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് മേഖലയിൽ നമ്മൾ ദൈവസഹായത്താൽ ചെയ്തു പോകുന്നുണ്ട്. അതെല്ലാം സക്സസ് ആയി പോകുന്ന സ്ഥാപനങ്ങളും ഈശ്വരകൃപയാൽ നന്നായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനും അപ്പുറത്തേക്കാണ് അബാക് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വപ്നം, എൻ്റെയൊക്കെ സ്വപ്നം സിനിമയായിരുന്നു എന്നുള്ളതാണ്. ആ സിനിമയിലേക്ക് എത്താൻ അപ്പോഴുണ്ടായ ഭൗതിക സാഹചര്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ കൂടി പിന്നീട് ഒരു സമയത്ത് ആ മേഖലയിലേക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സിനിമയിലേക്ക് എത്താൻ അവസരം കാത്തിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ ഒരുക്കുന്ന ഒരു സംരംഭമാണ് അബാക് പ്രൊഡക്ഷൻസ്. അതായത് ഹ്രസ്വ ചിത്രങ്ങളും വെബ് സീരീസുകളും ഒക്കെ ആയി കളം നിറഞ്ഞാടാനാണ് നമ്മൾ അതിനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൊമോ ചെയ്തിരുന്നു. കാന്തല്ലൂർ സ്വാമി, അതായത് നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനായ സുനിൽ പരമേശ്വരൻ, അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ അനന്തഭദ്രം അടക്കമുള്ള ഒരു കൂട്ടം സിനിമകളുടെ പിന്നണിയിൽ ശക്തമായ തിരക്കഥ, 47ഓളം നോവലുകൾ ഒക്കെ എഴുതിയ
അദ്ദേഹത്തിൻ്റെ അനുഭവ കഥകൾ പ്രേതഭൂമിയിലൂടെ എന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഉടനെ തന്നെ ആ ബാക്ക് മീഡിയയിൽ പ്രവർത്തനം ആരംഭിക്കും. അതിൻ്റെ പ്രൊമോ നമ്മൾ വിട്ടിരുന്നു. ഇത് കൂടാണ്ട് മുത്താരം കുന്ന് കവല എന്ന പേരിൽ ഒരു വെബ് സീരീസ്, അത് എൻ്റെ ആദ്യത്തെ എന്ന് പറയാൻ പറ്റില്ല, വെബ് സീരീസ് മേഖലയിലെ ആദ്യത്തെ സംവിധാന ഉദ്യമമാണ്. അതിൽ മലയാളത്തിലെ അത്യാവശ്യം അല്ല, ഇതിനു മുമ്പോട്ട് വെബ്സൈറ്റ് ഇത് പോയിട്ടുണ്ട്, വെബ് സീരീസുകൾ പോയിട്ടുണ്ട്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പഴയ ആ വെബ് അല്ല, അതൊക്കെ റീൽസുകളായിരുന്നു, ഷോർട്സുകൾ, അതൊക്കെ പെട്ടെന്ന് തമാശക്കൊക്കെ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സാധനം. ഇതങ്ങനെയല്ല, വളരെ സീരിയസ് ആയി പദ്ധതി ഇട്ടുകൊണ്ട് അതിന്റെ അല്ല ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പഴയ ഷോർട്ട് ഫിലിമുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാല് ഷോർട്ട് ഫിലിം ഉണ്ട്. ഞാൻ ഇത് അങ്ങനെയല്ല പറയുന്നത്, അതൊക്കെ ഒരു വളരെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു സംഭവമാണ്. പക്ഷെ ഇത് വളരെ സീരിയസ് ആയി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മലയാളത്തിലെ അത്യാവശ്യം ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചുകൊണ്ട് സീരിയലിലും സിനിമകളിലും ഒക്കെയുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ ഒരുപാട് വലിയ എക്സ്പെക്ട് ചെയ്ത്, മോഹൻലാൽ, മമ്മൂട്ടി, പ്രണവ് മോഹൻലാൽ, ദുൽഖർ, നസ്ലിലൊന്നും അല്ല, എന്നാൽ അത് പുറത്തു പറയാറായിട്ടില്ല എന്നുള്ളതാണ്. അവരുമായിട്ടൊക്കെ കഥയും കാര്യങ്ങളൊക്കെ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഡിസംബറിൽ ഷൂട്ട് തുടങ്ങാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു. സ്പിരിച്വൽ അവേഴ്സ് 3യുടെ വേദിയിലാണ് നമ്മൾ സിനിമ എന്ന് പറയുന്ന സ്വപ്നത്തെ പറ്റി സംസാരിച്ചത്. സിനിമയിലേക്ക് എത്താൻ ഇനിയും ദൂരങ്ങൾ ബാക്കിയാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മുടെ ടീം, നമ്മുടെ ക്യാമറ ടീമായാലും നമ്മുടെ എഡിറ്റിംഗ് ടീമായാലും, നമ്മുടെയൊക്കെ പ്രത്യേകത നമ്മളിത് ചെയ്യുമ്പോഴും ആ ബാക്കിനൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്, പുറത്ത് നാളെ എടുത്തിട്ടല്ല ചെയ്യുന്നതെന്നുള്ളതാണ്. മുത്താനംകുന്ന് കവല, അതൊരു കോമഡി നിറഞ്ഞു നിൽക്കുന്ന, നിങ്ങൾ സ്പിരിച്വലോ ഹൊററോ ഒന്നുമല്ല, തികച്ചും വ്യത്യസ്തമായി നമ്മളെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല, ഒരു ശ്രമമാണ്, ഒരു ഹൊറർ. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചു. എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. നാട്ടിൻപുറത്തെ കഥയായതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ പടിവാതികൾ വന്ന് നിൽക്കുന്ന സമയമാണ്. അതിനുശേഷം ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ തിരക്കുകളിലായിരുന്നു ദിവസങ്ങളുണ്ടായിരുന്നത്. അതിനു പുറമെ ഒരു പ്രോഗ്രാം, ഒരു സ്പിരിച്വൽ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡിസംബർ മാസത്തിലായിരിക്കും. ഗുരുക്കന്മാരുമായി സംവദിച്ച സ്പിരിച്വൽ അവേഴ്സ് മാതൃകയിൽ മറ്റൊരു വ്യത്യസ്തമായ ഒരു പരിപാടി. അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത വീഡിയോകളിൽ പറയാം. അതിൻ്റെ ഗുരുക്കന്മാരുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് നമ്മുടെ രണ്ടാമത്തെ പുസ്തകം പോക്സോ, അത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അത് ഏകദേശം എഴുതി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതും ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റാണ്. ഒരു ജേർണലിസ്റ്റിൻ്റെ ജീവിതത്തിൽ നടന്നത്. അതായത് ഞാൻ വാർത്തയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, റിപ്പോർട്ടറായി ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരനുഭവമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന, അതായത് ഇന്ന് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന നിയമങ്ങൾ എപ്പോഴും കുറ്റവാളികളെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നിരപരാധികൾക്ക് മേൽ ഈ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ഒരാളുടെ ജീവിതം തകരുന്ന സാമൂഹിക ചുറ്റുപാടുകളെ പറ്റി സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് പോക്സോ. ചേട്ടൻ്റെ ആദ്യത്തെ പുസ്തകമായിട്ടുള്ള ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ച അതിൻ്റെ പുതിയ ഇതിനെ പറ്റി പിന്നീടൊന്നും വേണ്ടിയിട്ടില്ല എന്നതാണ്. ഞാൻ അതിലേക്ക് വരാം. ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിലേക്ക് ഉറപ്പായിട്ടും വരാം. അപ്പോൾ പോക്സോ വരുന്നുണ്ട്. പോക്സോ വരുന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല, പുസ്തകം വരുന്നുണ്ട്. അപ്പോൾ പലരും ചോദിച്ചു, എടാ ഇത് പേര് ഡേഞ്ചർ, ഒരു ഡേഞ്ചറും ഇല്ല. അതിന് ആപ്റ്റായ പേര് അതാണ്. ഈ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിന് തൊട്ട് മുമ്പ് ചെയ്യാൻ നമ്മൾ വെച്ചിരുന്നത് പോക്സോ ആണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്തുകൊണ്ട് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചു. ഇനി രാഹുൽ ഇത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് തസ്മയ ഗുരുജിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരാൾ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിന് സംഭവിച്ചത് എന്താണെന്ന് പറയണം എന്നുള്ളത്. നോക്കൂ, പാണ്ടോറ ബുക്സാണ് ഈ പുസ്തകം പുറത്തിറക്കിയത്. അതിൻ്റെ എല്ലാ കഥകളും യൂട്യൂബിലുള്ള ആളുകൾക്ക് അറിയാമായിരുന്നിട്ട് കൂടി പുസ്തകം ഇറങ്ങി 2 ആഴ്ച കൊണ്ട് പുസ്തകം മുഴുവൻ ബുക്കിംഗായി വിറ്റ് തീർന്ന പുസ്തകമാണ്. നമുക്കതിൻ്റെ പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് അല്ല അതിനെ അപ്രോച്ച് ചെയ്തതും അത് എഴുതിയതും ഒന്നും. അതിൻ്റെ തിരുവനന്തപുരത്ത് നടന്ന സ്പിരിച്വൽ അവേഴ്സിൽ വെച്ചിട്ട് പുസ്തകം നമ്മൾ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം 2 ആഴ്ചകൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു, രോഹിത്തെ കഴിഞ്ഞു, നിൻ്റെ ഉദ്യമം കഴിഞ്ഞു, ഓക്കെ, ഇനി നീ ഈ ചിത്രത്തിലേ ഇല്ല. അപ്പോൾ അതുവരെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ശിവയോഗി എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന ചർച്ചകൾ, വിമർശനങ്ങൾ, ഇതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ആളാണ്. ഞാനങ്ങനെ അന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടിട്ട് അതിൽ നിന്ന് ക്വിറ്റ് ചെയ്തു. അതിനുശേഷം ആ പുസ്തകവും അതിൻ്റെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട കുട്ടുവിൻ്റെ മരണം അല്ലെങ്കിൽ സോൾ പ്രസൻസ് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പോലും അതിനുശേഷം നമ്മൾ ചെയ്തിട്ടില്ല.
അത് ചെയ്യേണ്ട എന്നെൻ്റെ മനസ്സ് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാതിരുന്നത്. അതെന്ന് വെച്ചാൽ ആരോടും ദേഷ്യം കൊണ്ടോ വിഷമം കൊണ്ടോ പിണക്കം കൊണ്ടോ ഒന്നുമല്ല. പുസ്തകം വേണമെങ്കിൽ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അടക്കം അവിടെയൊക്കെ വിൽക്കാമായിരുന്നു, ബുക്ക് സ്റ്റാളുകളിൽ കൊടുക്കാമായിരുന്നു. 2ാം പതിപ്പ് പ്രിൻ്റ് ചെയ്യാൻ പബ്ലിഷറും തയ്യാറായിരുന്നു. തോമസ് ഏട്ടൻ കുറേ തവണകളായി എൻ്റെ 2ാം പതിപ്പിന് വേണ്ടി വിളിക്കുന്നു. അതിൻ്റെ കവർ കുറേയൊക്കെ എനിക്ക് അയച്ചു തന്നു പുതിയത്. ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. പക്ഷെ ഇന്ന് തോമസ് ഏട്ടൻ രാവിലെ എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിൻ്റെ 2ാം എഡിഷൻ ചേട്ടാ അനൗൺസ് ചെയ്തോളൂ, കവർ ഞാൻ സെലക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്? അറിയില്ല, എൻ്റെ മനസ്സ് അതൊരു സാധാ പുസ്തകമല്ല രാഹുലെ. നമ്മൾ എഴുതിയപ്പോൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഫീഡ്ബാക്ക് കിട്ടിയൊരു ബുക്കാണ്. പലർക്കും ഫീൽ ചെയ്ത ബുക്കാണ്. ആരോ ഒപ്പമുള്ളതായി തോന്നിയ ബുക്കാണ്. അതൊരു ഡിവൈൻ പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതുവരെ പറയാത്തൊരു വാക്കാണ്. അതൊരു ഡിവൈൻ പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. സോ അതിനൊക്കെ അതിൻ്റേതായ സമയമുണ്ട്. കേവലം 4-5 പേജുകളിൽ കൂട്ടിച്ചേർക്കലുകളും കുറച്ച് പേജുകളിലെ തിരുത്തലുകളും മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, എനിക്കതിൽ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. കവർ പേജിലൊരു മാറ്റം, 2ാം പതിപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കവർ മാറ്റുന്നതാണ് എൻ്റെ ഒരു രീതി. ആ കവറൊന്ന് ഡിസൈനറോട് ഈ കവർ മതി എന്ന് പറയുന്ന ഒരു ജോലി മാത്രമേ എനിക്കതിനകത്ത് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കുറച്ച് മാറ്റങ്ങൾ കഥയിൽ മുഴുവനായിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ചില എഡിറ്റിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. കുറച്ച് 1-2 പേജിൻ്റെ കൂട്ടിച്ചേർക്കലുകളും ചെറിയ ചില മാറ്റങ്ങളുമായി ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് പ്രേക്ഷകരിലേക്ക് എത്തും. അതിൻ്റെ പിന്നാലെ അതിൻ്റെ 2ാം ഭാഗം, ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിൻ്റെ 2ാം ഭാഗവും അതിൻ്റെ പിന്നാലെ തന്നെ എത്തും. അതിൻ്റെ വർക്കുകൾ ഓൾറെഡി മനസ്സിലാരംഭിച്ചു. പേപ്പറിൽ നമ്മൾ ഉടനെ തന്നെ പേപ്പറിലേക്ക് മാറ്റും എന്നുള്ളതാണ്. ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തും. ഇത്തവണ വിറ്റുപോയത് മുഴുവൻ ആ ബാക്കിൻ്റെ പ്രേക്ഷകരാണെങ്കിൽ അടുത്ത തവണ ഇത് ബുക്ക് സ്റ്റാളുകളിൽ എത്തിക്കും എന്നാണ് പബ്ലിഷർ പറഞ്ഞിട്ടുള്ളത്. ഓൺലൈനിലും വാങ്ങാൻ കിട്ടും. കാലാനുസൃതമായ മാറ്റമല്ല, മനസ്സിൽ ആ ശക്തി അതെന്ത് തന്നെ ആയാലും അത് പറഞ്ഞ മാറ്റങ്ങളുമായി ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് പോക്സോ ഇറങ്ങുന്നതിനൊപ്പം തന്നെ ഇറങ്ങും, അല്ലെങ്കിൽ അതിന് മുമ്പേ ഇറങ്ങും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്കും മനസ്സിന് വിഷമമുണ്ടാക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും നുള്ളി നോവിക്കാതെ, എന്നാൽ നല്ലൊരു സാഹിത്യ സൃഷ്ടിയായി മാത്രം പോക്സോ ആളുകളിലേക്ക് എത്തും. അത് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ മനസ്സിലുണ്ട്. പ്രേക്ഷകരുടെ അനുഗ്രഹം, കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ട്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റും. പുതിയ രൂപവും പുതിയ ഭാവവും ഒന്നും ഞാൻ അവകാശപ്പെടില്ല. ഇതേ രൂപത്തിൽ ഇതേ ഭാവത്തിൽ തന്നെ ഇത് പോയിക്കൊണ്ടിരിക്കും. ഒപ്പം പുതിയ പദ്ധതികൾ ഇതിലേക്ക് ആഡ് ഓൺ ആവും. 14 ജില്ലകളിലും അബാക്കിൻ്റെ ടീം വരുമ്പോൾ അബാക്കിൻ്റെ മാൻ പവർ കൂടും. എല്ലായിടത്തേക്കും ഓടിയെത്താൻ സാധിക്കും. അതിനൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു കാര്യമാണ്, ഈ അബാക്ക് പ്രൊഡക്ഷൻസിൻ്റെ ഓഫീസുകളാണ് 14 ജില്ലകളിലും വരുന്നത്. അതിൽ ആദ്യമേ പറയേണ്ട ഒന്നായിരുന്നു, അതിൻ്റെ ആദ്യത്തെ പടിയെന്നോണം സ്വന്തം നാട്ടിൽ കൊല്ലം ജില്ലയിൽ നമ്മളെ വഴി നടത്തുന്ന കൊട്ടാരക്കര ഗണപതിയുടെ മണ്ണിലാണ് അതിൽ ആദ്യത്തെ ഓഫീസ്. സ്പേസ് എടുത്തു, ഇന്ത്യയിലെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവിടത്തേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊട്ടാരക്കര ഗണപതിയുടെ മണ്ണിൽ നിന്ന് മിഷൻ 14 നമ്മൾ ആരംഭിക്കുകയാണ്. ഇത് 14 ജില്ലകളിലേക്കും ഉണ്ടാകും. നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഇവർ ഈ പറയുന്നത്, ഈ സ്പിരിച്വൽ ചാനലിൽ ഇവിടേക്ക് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആവാൻ, നമ്മളുടെ ആശയങ്ങൾ, ബിസിനസ്സുകൾ, അറിവുകളൊക്കെ പകരാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. ഇവർ ഒരു ഫോണിൽ മൈക്കൊന്നും ഇല്ലാതൊക്കെ വീഡിയോ എടുത്തിട്ട് പരാജയപ്പെട്ടവരായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഒരു സോഷ്യൽ മീഡിയയെ കൃത്യമായി കൈകാര്യം ചെയ്യാമെന്നുള്ളതിനുള്ള പൂർണ്ണമായ സഹായം ഞങ്ങൾ തരും. നിങ്ങൾക്ക് ആവശ്യമായ ക്യാമറാമാൻമാർ, എഡിറ്റർമാർ, അതിൻ്റെ സോഷ്യൽ മീഡിയ സപ്പോർട്ട്, നിങ്ങളൊന്നും അറിയണ്ട. നിങ്ങൾ കണ്ടൻറ്റ് മാത്രമേ ഉണ്ടാക്കുക, ബാക്കിയുള്ളത് ഞങ്ങൾ മാനേജ് ചെയ്യും. അതിനൊരു മാസം ചെറിയൊരു ഫീസിൽ നമ്മുടെ ടീം വന്ന് നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങളുടെ സ്ഥലത്തെത്തിയത് ഷൂട്ട് ചെയ്യും. അത്തരത്തിലൊരു പദ്ധതിയാണ് ഈ മിഷൻ 14 അബാക്ക് പ്രൊഡക്ഷൻസിൽ ചെയ്യുന്നത്. ഇവിടെ എല്ലാ അബാക്ക് മീഡിയയുടെ ആളുകളും നേഷൻ ഫസ്റ്റിൻ്റെ ന്യൂസ് റിപ്പോർട്ടർമാരും ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു ബൃഹത്തായ പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം നമ്മുടെ പുസ്തകങ്ങളും വെബ് സീരീസിന് പിന്നാലെ 2026 അവസാനത്തോടു കൂടി നമ്മുടെ സിനിമയും ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെയാണ് അബാക്ക് മീഡിയയിലെ പ്രേക്ഷകർ എന്ന് പറയുന്നത്. അപ്പം പ്രേക്ഷകരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ ചില സമയത്ത് നമുക്ക്, കാരണം പഴയ കാലത്തായിരുന്നു നമുക്ക് കമൻറ്റുകൾക്കാണെങ്കിൽ നമ്മൾ മറുപടി കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ കൊടുക്കാൻ ഒരു സാഹചര്യം നമുക്ക് ഇല്ലാതായി. അത് നമ്മുടെ പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാകുന്നുള്ളതാണ്. വെറുതെ ഒരു സ്റ്റാഫിനെ ഇരുത്തി മറുപടി കൊടുക്കാൻ പറ്റുന്നതല്ല നമ്മുടെ അബാക്ക് മീഡിയയുടെ കമൻറ്റ് ബോക്സ്. നമുക്കതിനുള്ള സമയക്കുറവ് പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. എൻ്റെ നമ്പറില്ലാത്ത സ്ഥിരം പ്രേക്ഷകരുടെ എല്ലാം രോഹിത്തിൻ്റെ നമ്പറുണ്ട്. വിളിക്കുമ്പോൾ ചിലപ്പോൾ
ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. എന്താവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അന്നേരം കണ്ടില്ലെങ്കിലും പിന്നീട് അതിന് കൃത്യമായ മറുപടി നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു സ്പിരിച്വൽ ജേർണലിസ്റ്റോ സ്പിരിച്വൽ ജേർണലിൽ പോകുന്ന ആളോ മാത്രമല്ലല്ലോ, നമുക്കപ്പുറത്ത് വാർത്താ സംബന്ധിയായ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പുതിയ പദ്ധതികൾ ഒക്കെ ആയിട്ട് നമ്മൾ വരും എന്നുള്ളതാണ്.